യുണീക്ക് എഡ്യൂക്കേഷൻ വ്ളോഗിലേക്ക് സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് സിലബസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. HSA നാച്ചുറൽ സയൻസ് സിലബസിൽ 2 പാർട്ടുകളാണ് ഉള്ളത്. പാർട്ട് എയിൽ മൊത്തം 3 മൊഡ്യൂളാണ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതിൽ വരുന്നത്. നമുക്കറിയാം HSA ടോട്ടൽ 100 മാർക്കാണ്. അതിൽ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളും പാർട്ട് എയിൽ നിന്നുമാണ്. മൊത്തം 3 മൊഡ്യൂൾ ഉള്ളതിൽ ആദ്യത്തെ മൊഡ്യൂൾ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. അതിൽ നവോത്ഥാനത്തെ പറ്റി ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കേണ്ടതുണ്ട്. മൊഡ്യൂൾ 2 GK ആൻഡ് കറണ്ട് അഫെയർസ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ്. അതിൽ തന്നെ പെഡഗോജി, മോഡൽസ് ഓഫ് ടീച്ചിങ്, അസസ്മെൻറ്റ്, കരിക്കുലം, ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശകലനം ആവശ്യമാണ്. 80 മാർക്കിനുള്ള ചോദ്യങ്ങളും സബ്ജക്റ്റ് റിലേറ്റഡ് ടോപ്പിക്സ് ഉൾപ്പെടുന്ന പാർട്ട് ബിയിൽ നിന്നുമാണ് വരുന്നത്. പാർട്ട് ബിയിൽ ആകെ മൊത്തം 8 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് അനിമൽ ഡൈവേഴ്സിറ്റി. വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം അനിമേലിയ, അതിലെ വിവിധ ഫൈലങ്ങൾ, എല്ലാത്തിൻ്റെയും ജനറൽ ക്യാരക്ടേഴ്സ് നോക്കുന്നതിനോടൊപ്പം ക്ലാസസ്, സബ് ക്ലാസസ് തുടങ്ങി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. മൊഡ്യൂൾ 2 ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെവലപ്മെൻ്റൽ ബയോളജി തുടങ്ങിയ ഭാഗങ്ങളാണ് വരുന്നത്. ഫിസിയോളജിയിൽ ന്യൂട്രിഷൻ, സർക്കുലേഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, മസിൽ ഫിസിയോളജി, നെർവ് ഫിസിയോളജി, എൻഡോക്രൈനോളജി എന്നിവ വരുന്നുണ്ട്. ബയോകെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസ്, മെറ്റബോളിസം, ലിപ്പിഡ്സ്, എൻസൈംസ് മുതലായവയാണ് നോക്കേണ്ടത്. ഡെവലപ്മെൻ്റൽ ബയോളജിയിൽ പ്രധാനപ്പെട്ട തിയറീസ്, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, സെൽ ഡിഫറൻഷിയേഷൻ, ഡെവലപ്മെൻറ്റ്, ടെററ്റോളജി, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി എന്നിവ പ്രധാനപ്പെട്ടതാണ്. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് എന്നിവയാണ് മൊഡ്യൂൾ 3 വരുന്നത്. സെൽ ബയോളജിയിൽ സെൽ തിയറി, സെൽ ഓർഗനൽസ്, ടൈപ്സ് ഓഫ് സെൽസ് എന്നിവ വിശകലനം ചെയ്യേണ്ടതുണ്ട്. മോളിക്കുലാർ ബയോളജിയിൽ ജീൻ എക്സ്പ്രഷൻ, കോൺട്രിബ്യൂഷൻസ്, ജീൻ റെഗുലേഷൻ, ബാക്ടീരിയൽ റീകോമ്പിനേഷൻ തുടങ്ങിയവയും, ബയോടെക്നോളജി ഭാഗത്ത് ബ്ലോട്ടിംഗ് ടെക്നിക്സ്, ജീനോമിക് ലൈബ്രറി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് തുടങ്ങിയവയുമാണ് നോക്കേണ്ടത്. ജെനറ്റിക്സിൽ ഹ്യൂമൻ ജെനറ്റിക്സ്, ബയോകെമിക്കൽ ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മ്യൂണോളജിയിൽ ടൈപ്സ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇമ്മ്യൂണിറ്റി, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോജെൻസ് തുടങ്ങിയവ വിശദമായി നോക്കേണ്ടതുണ്ട്. മൈക്രോബയോളജിയിൽ വൈറസ്, പ്രിയോൺസ്, വൈറോയിഡ്സ്, ബാക്ടീരിയ, പ്രോട്ടോസോവ തുടങ്ങിയവയെപ്പറ്റി വിശദമായി പഠിക്കേണ്ടതുണ്ട്. എക്കോളജി, എത്തോളജി, എവല്യൂഷൻ എന്നിവയാണ് മൊഡ്യൂൾ 4 വരുന്നത്. മൈക്രോബയോളജി, മൈക്കോളജി ആൻഡ് ലൈക്കനോളജി, പ്ലാൻ പത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, പാലിയോ ബോട്ടണി തുടങ്ങിയവയാണ് മൊഡ്യൂൾ 5 ഉൾപ്പെടുന്നത്. ഓരോന്നിലും വരുന്നവയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മോർഫോളജി, സിസ്റ്റമാറ്റിക്സ്, എക്കണോമിക് ബോട്ടണി, അനാട്ടമി, എംബ്രിയോളജി, ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് മുതലായവയാണ് മൊഡ്യൂൾ 6 വരുന്നത്. മൊഡ്യൂൾ 7 പ്ലാൻ ഫിസിയോളജി, മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി, സെൽ ബയോളജി, ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി, എവല്യൂഷൻ തുടങ്ങിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ടോട്ടൽ 8 മൊഡ്യൂളാണ്. അതിൽ ലാസ്റ്റ് മൊഡ്യൂൾ എൻവോൺമെൻ്റൽ ബയോളജി, ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി ആണ്. എൻവോൺമെൻ്റൽ ബയോളജിയിൽ എക്കോസിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം, സോഷ്യൽ ഇഷ്യൂസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നിവ ഉൾപ്പെടുന്നു. സിലബസിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? നമ്മൾ കാണുന്നത് പോലെയല്ല, ഒരു ലാർജ് ഏരിയ തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പം സിലബസിൻ്റെ PDF വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. സിലബസ് അനുസരിച്ചുള്ള വീഡിയോസ് ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോയുമായി ഉടനെ എത്താം.